നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. കടൽക്ഷോഭത്തെ തുടർന്നാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നത്. അതേസമയം തകർന്നതല്ല, കടലാക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് അഴിച്ചുവെച്ചതാണെന്നാണ് DDPCയുടെ വിശദീകരണം. നേരത്തെ വർക്കല ബീച്ചിലെയും തൃശൂർ ചാവക്കാട്ടെ ബീച്ചിലെയും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നിരുന്നു. വർക്കല ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. മുഴപ്പിലങ്ങാട് ഡ്രൈവ്-ഇൻ ബീച്ചിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചിരുന്നത്. ഇന്നലെ അതിശക്തമായ കടലാക്രമണമാണ് മുഴപ്പിലങ്ങാട് ബീച്ചിലുണ്ടായത്. ശക്തമായ തിരയിലകപ്പെട്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പല ഭാഗങ്ങളും വേർപെട്ടു പോവുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. കടലാക്രമണം മുന്നറിയിപ്പുണ്ടായിരുന്നതിനാൽ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് ആളുകളെ കയറ്റിയിരുന്നില്ല. ഇതിനാൽ തന്നെ മറ്റു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് തകരാർ സംഭവിക്കാതിരിക്കാൻ ഭാഗങ്ങൾ അഴിച്ചുവെക്കുകയായിരുന്നുവെന്നാണ് DDPC അധികൃതർ പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് ബീച്ചിലേക്ക് ആളുകൾ വന്നിരുന്നെങ്കിലും ബ്രിഡ്ജിലേക്ക് കയറ്റിയിരുന്നില്ല. മുൻകരുതലുമായി രാത്രി തന്നെ കുറച്ച് ഭാഗങ്ങൾ അഴിച്ചുവെച്ച് കെട്ടിവെക്കുകയായിരുന്നു. 15ഓളം ആങ്കറുകൾ അഴിച്ചുവെക്കുകയായിരുന്നു. ബ്രിഡ്ജിന്റെ ഭാഗത്ത് തന്നെയാണ് ബാക്കി ഭാഗങ്ങൾ കെട്ടിവെച്ചത്. അതിശക്തമായ തിരയിൽ കരയിലേക്ക് എത്തുകയായിരുന്നുവെന്നും അത് ആളുകൾ വീഡിയോ എടുത്ത് ബ്രിഡ്ജ് തകർന്നുവെന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് DDPC പറയുന്നത്.